ഹലോ എല്ലാവരും. നിങ്ങളുടെ വിവരങ്ങളും വിശകലന സേവനവും തിരഞ്ഞെടുക്കുന്നത് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അല്പം കൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി നോക്കും. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും കൂടുതൽ വിശദമായി പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇനി നമുക്ക് കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ വിശകലനം ചെയ്യാം. ഡക്മനിനെ തനൻതേദ്യോജതെ 2025 ജൂലൈ 30 വരെയുള്ള നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം അനുസരിച്ച് ഗുരുക്കഴിലത കമ്പനി ഉപവിഭാഗത്തിൽപ്പെടുന്നു. മിളമയെ 12 സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. വീഡിയോയുടെ അവസാനം ഓർഡർ ടേബിൾ കാണുക. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്: -10.3. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം ആണ് 2.6 പോയിന്റ്. നിങ്ങൾ ഇത് വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് 1.7 പോയിന്റാണെന്ന് ശ്രദ്ധിക്കുക. മൈനസ് റേറ്റിംഗിനെതിരെ 3.7. കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്തുകൊണ്ട് ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസത്തെ സ്റ്റോക്കുകൾ ഞങ്ങൾ കാണും. 115.3% ചലനാത്മക കാണിച്ചു. 40.3% ഉപവിഭാഗത്തിലെ വിലമാറ്റത്തിന് എതിരാണ്. കമ്പനിയുടെ വിപണി മൂലധനം മൂല്യം $1 കൂടെ 23 സെന്റ് ബില്യൺ. $11 ബില്യൺ വിപണി മൂലധനം ഉപവിഭാഗം. കമ്പനിയുടെ പുസ്തക മൂല്യം $2.41 ബില്യൺ ആണ്. $5 ബില്യൺ എന്ന ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം. വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. പങ്കിടുക ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യനിർണ്ണയം 11.127%. പുസ്തക മൂല്യം 49.216%. ഉപവിഭാഗത്തിലെ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ $0 കൂടെ 7 സെന്റ് 2 ബില്യൺ ആണ്. കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ 3%. കമ്പനിയുടെ ഡെറ്റ് ലെവൽ റേറ്റിംഗ് വളരെ നല്ലത് 2 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയുടെ ലാഭം 0 ആണ്. 0 എന്ന ഉപവിഭാഗത്തിന് ശരാശരി. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക. വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$1914 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം അജ്ഞാതമാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം 9.4 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 4.1 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $130 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന കണക്കുകളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. വിൽപ്പന മാർജിൻ -1464.1%. ഉപവിഭാഗത്തിന്റെ ശരാശരി -97%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ ടോലറ്റ് -0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 11.751%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 6% കൂടുതലാണ്. കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ തുക $1,227,000 തുല്യമാണ്.
ഉപവിഭാഗത്തിന് $1,296,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് ആണ് $1914.3 മൈനസിന്റെ ഉപവിഭാഗത്തിൽ ശരാശരി $309.3 ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം $131,000 ആണ്. ഉപവിഭാഗത്തിൽ $319,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ പ്രകടനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന മൈനസ് 0.5 പോയിന്റ്. ഉപവിഭാഗ ശരാശരിയായ 9%വുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 18.6%. സാങ്കേതിക സൂചകം ഗിരെ 14 കമ്പനിക്ക് 38% നിലവാരം കാണിക്കുന്നു. ഉപവിഭാഗത്തിന് ഇതേ ലെവൽ 43%. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $34 കൂടെ 13 സെന്റ് ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $40 കൂടെ 51 സെന്റ് ആണ്. നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം. അത് ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. റഫറൻസ് മൂല്യനിർണ്ണയ സംവിധാനം ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. കുരുക്കകളത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ ഓഹരികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി DSM മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും കുരുക്കകളത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു ഓഹരിക്ക് $34 കൂടെ 12 സെന്റ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക. കമ്പനിക്ക് നല്ല മൂല്യനിർണ്ണയവും വില പ്രവണതയും ഉള്ളതിനാൽ ഓർഡർ തുറക്കുന്നു. ഓർഗനൈസേഷനെ വിലയിരുത്തൽ രീതിശാസ്ത്രം ഉപയോഗിച്ചാണ് വിലയിരുത്തിയത്. അക്യുമിന്റെ സൂചിക എടുക്കുക. ലാഭം 55.66 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 12.58 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ 2025 ഓഗസ്റ്റ് 29 ട്രേഡിംഗ് സെഷനു ശേഷം ഇടപാട് സ്വതന്ത്രമായി അവസാനിക്കും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ ധനക്കവണ് വിൽപ്പനയ്ക്കുള്ള ഒരു ബാലൻസിംഗ് ഇടപാടാണ്. ബാലൻസിംഗ് ഡീലിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാനം അല്ലെങ്കിൽ ബാലൻസിംഗ് 1 വിപരീത ക്രമം അവസാന വിലയിൽ അടച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും സഹായ സംവിധാനവും ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി. കുരുക്കകളത്